അപ്പൊ ഇത് എന്താണ് ഇതിനുള്ള കാരണം? ഇത് വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശം കൂടിയോണ്ടാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത് ഇവിടെ. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇതിന് ഞാൻ സ്വന്തമായിട്ട് ഒരു സൊല്യൂഷൻ ഇതിന് കണ്ടെത്തി. സ്വന്തമായിട്ട് അതിനുശേഷമാണ് ഈ വെള്ളം എടുത്ത് കുടിച്ചോണ്ടിരിക്കുന്നത്. ഇത്രയും വൃത്തിയായിട്ട വെള്ളം ഞാനിവിടെ അടുത്ത് എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കിണറിൽ ഇങ്ങനെ ഒരു വെള്ളം കാണുന്നത്. അത് മഞ്ഞ കളറാണ് ഈ വെള്ളം കേട്ടോ. ഈ വെള്ളമാണ് ഇവിടെ ഈ പരിസര പ്രദേശത്ത് ഇവരടക്കമുള്ള എല്ലാവരും കുടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ വീട്ടിൽ വെച്ച സാധനം അല്ലേ? അതെ, ഇതാണ് നമ്മൾ വീട്ടിൽ. അപ്പൊ ഈ 18ാം വയസ്സിൽ ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് തല വേണം. അതെ, ഞാൻ എന്താ വെച്ചാൽ വീട്ടിൽ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു വെള്ളത്തിന്റെ ഇഷ്യൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്തിട്ട് അന്ന് കണ്ടതായിരുന്നു ഇത്. അങ്ങനെ വെച്ചതാണ് വീട്ടില്. അതിനുശേഷം ഞാൻ ഇവിടെ വെച്ച് സക്സസ് ആയതിനു ശേഷം എൻ്റെ വീട്ടിലെ അയൽവാസികൾക്കും അവരെ എല്ലായിടത്തും വെച്ചു. അങ്ങനെ ഒരു 10ഓളം അടുത്ത വീടുകളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ നമ്മളതൊരു ബിസിനസ്സിലോട്ട് വരുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 6 വർഷം ഉണ്ടാവും. അതെ, 6 വർഷത്തോളമായി ഉണ്ടാവും അല്ലെ? അതായത് വീട്ടിൽ ചെയ്ത ചെറിയൊരു കാര്യം ഇപ്പൊ ഒരു ബിസിനസ് സംരംഭമായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതും 18ാം വയസ്സിൽ അല്ലെ? നമ്മൾ കിണറ്റിൽ കണ്ട ആ വൃത്തിയായിട്ട വെള്ളാട്ടോ അത്. നോക്കിയൊക്കെ ഇതിന്റെ കളർ കണ്ടേ, ഇത് മാംഗോ ജ്യൂസ് പോലെ ഉണ്ട്. അപ്പൊ ഈ വെള്ളമാണോ നമ്മൾ പൈന്ന് എടുക്കാൻ വേണ്ടി പോണ്? അത് ഈ സെയിം വെള്ളം തന്നെയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. അതെ, കാണിച്ചു കൊടുക്കല്ലേ? കാണിച്ചു കൊടുക്കാം. അടിപൊളി കേട്ടോ, പളുങ്ക് പോലത്തെ വെള്ളം കേട്ടോ. ഈ മാംഗോ ജ്യൂസ് ആണ് ഇപ്പൊ ഈ പളുങ്ക് പോലത്തെ വെള്ളമായിട്ട് മാറ്റിയിട്ടുള്ളത്. ഇതാണ് ഇപ്പൊ നമ്മൾ കുടിച്ചോണ്ടിരിക്കുന്നത് അല്ലെ? ഈ വെള്ളം നമ്മൾ ഇതിലൂടെ വന്നിട്ട് അല്ലെ? ഇത് നോക്കിയേ, 100% അതില് അത്രയും ഗ്യാരണ്ടിയാണ് അല്ലെ? ഏത് വെള്ളത്തെയും നമുക്ക് ആ രൂപത്തിലാക്കി കൊടുക്കാൻ കഴിയും. അപ്പൊ ഈ പറയുന്ന മനുഷ്യന് ഇപ്പൊ എത്ര വയസ്സായി? ഏകദേശം 24 വയസ്സാണ്. 24 വയസ്സായി അല്ലെ? അപ്പൊ കറക്റ്റ് ആ 18ാം വയസ്സിൽ ഇങ്ങനെ ടേണിംഗിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പരിപാടി എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോ ഓൾ ഓവർ കേരള ചെയ്യുന്നുണ്ട്. അതെ. ഇപ്പൊ ഏകദേശം എത്ര ചെയ്തിട്ടുണ്ടാവും? നമ്മൾ ഏകദേശം ഒരു 10,000-അടുത്ത് ചെയ്തിട്ടുണ്ട്. 10,000? ദൈവമേ, 10,000 വലിയ സംഖ്യ കേട്ടോ. അത് വലിയ സംഖ്യയാണ്. ഇതിന്റെ പ്രോസസ്സിംഗ് എങ്ങനെ നടക്കുന്നത്? ഇതൊരു വെസൽ ഫിൽറ്റർ ആണ്. ഏകദേശം ഒരു 10 വർഷത്തോളം വാറന്റി വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിപ്പോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ടാങ്കിൽ നിന്ന് വരുന്ന ലൈനിലാണ്. ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ നല്ല രീതിക്ക് അയണും ടെർബിഡിറ്റി ആണ്. ഇത് ആളുകൾ എന്ത് വിശ്വസിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും? ഞങ്ങളിത് 100% ക്യാഷ് ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്. ആർക്കും നമ്മളിരുന്ന് വെച്ചിട്ട് ആളുകൾക്ക് നഷ്ടം പറ്റില്ല. അത് ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. അപ്പൊ നല്ല വെള്ളം കുടിക്കാം, ഗ്യാരണ്ടി കിട്ടും. ഇക്കഡോക്സിന്റെ ഓഫീസ് വരുന്നത് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലാണ് കേട്ടോ. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.